ഒപ്പിയെടുത്തുകൊണ്ട് സൂക്ഷ്മതയോടുകൂടെ ക്രോഡീകരിച്ച ഗ്രന്ഥമാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ഒരു ഹദീസ് അതിൽ എഴുതി വെക്കുമ്പോൾ ഓരോ ഹദീസിന്റെയും തുടക്കത്തിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ഇസ്തിഖാറത്ത് നിസ്കരിച്ചിട്ടാണ് ബഹുമാനപ്പെട്ടവർ ഈ ഹദീസ് ക്രോഡീകരിച്ചതെങ്കിൽ തനാസഅ ഖൗമുൻ ഫീ ബുഖാരി വ മുസ്ലിമി ഫഖാലു അയ്യ ദൈനി യുഖദ്ദമു ഫഖുൽതു ലഖഫാഖൽ ബുഖാരി സിഹ്ഹതൻ കമാ ഫാഖ ഫീ ബുഖാരി മുസ്ലിം എന്നുള്ളത് ചരിത്രത്തിൽ വളരെ സവിസ്തരം പ്രഖ്യാപിക്കപ്പെട്ട വിഷയമാണ്. ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല എന്ന വിഷയം. അതുകൊണ്ട് തന്നെ മൗലവിമാരും മുജാഹിദ് മൗലവിമാരും ഒരു കാലത്ത് പറഞ്ഞത് കാണാം നിങ്ങൾക്ക്. താജുദ്ദീൻ മൗലവി വളരെ വ്യക്തമായി എടവണ്ണ ജാമിഅ നദവിയയിൽ നിന്ന് ബിരുദം ലഭിച്ച താജുദ്ദീൻ സലാഹി എന്ന് പറയുന്ന മൗലവി പറയുന്നത് കാണാം. ചോദ്യം: ഒരു സാധാരണക്കാരന് വിശ്വസിക്കാവുന്ന ഒരു ഹദീസ് ഗ്രന്ഥം ഏതാണ്? ഒന്നല്ല, 2 എണ്ണം കേട്ടോളൂ. ഇമാം ബുഖാരിയുടേതും ഇമാം മുസ്ലിമിന്റേതും. ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും സ്വഹീഹുകളിൽ ഒന്നുപോലും ലഈഫില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഇമാം ബുഖാരിയുടെ സഹീഹില് ഇമാം മുസ്ലിമിന്റെ സഹീഹില് ഒന്നുപോലും ദഈഫില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദഈഫില്ല എന്നാണ് ഒരു സലാഹി പറയുന്നത്. എങ്കിൽ അടുത്ത സലാഹി പറയുന്നത് നോക്കൂ നിങ്ങൾ. സക്കരിയ സലാഹി അദ്ദേഹം പറഞ്ഞത് കാണാം. അതിന്റെ വളരെ വ്യക്തമായി സഹീഹുൽ ബുഖാരി വിമർശനങ്ങൾക്ക് അതീതമാണെന്നോ ഇമാം ബുഖാരി മഅസൂമാണെന്നോ ആ 2 ചട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണ്ണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. ഇതിലേത് സലാഹിന്റെ അപ്പം മുജാഹിദീങ്ങൾ? ഇതിൽ ആരപ്പാണ് മുജാഹിദീങ്ങളുള്ളത്? ഒരു മൗലവി പറയാ മുഴുവനും അംഗീകരിക്കണം, ഒരു മൗലവി പറയാ കുറെ തള്ളണം. ഇതിൽ ആരപ്പാ മുജാഹിദുകൾ ഉള്ളത് എന്ന ചോദ്യത്തിന് കൊണ്ടോട്ടി നേർച്ചക്ക് ചണ്ടമുട്ടലുണ്ട് നല്ല മറുപടി. അത് വേറെ പറയേണ്ടതാണ്. പല സ്ഥലത്തുനിന്നും അങ്ങനെ പറയാറില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര വിഷയങ്ങൾ പറഞ്ഞാലും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇന്ന് 143ാമത്തെ LCD പരിപാടി. ഈ ക്ലിപ്പിട്ട് പല ഭാഗത്തും ചോദിച്ചിട്ട് മൗലവിമാർക്ക് വ്യക്തമായ മറുപടി ഇല്ല. അതല്ലെങ്കിൽ നോക്കൂ നിങ്ങൾ, ഒരു സലാഹി പറയാ അംഗീകരിക്കണം, ഒരു സലാഹി പറയാ അംഗീകരിക്കാൻ പാടില്ല. ഈ രൂപത്തില് വൈരുദ്ധ്യങ്ങൾ വെച്ചു പുലർത്തുന്ന ആശയക്കാരാണ് മുജാഹിദ് പ്രസ്ഥാനം. വളരെ വ്യക്തമാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല.